മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞു വെച്ച കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് എരിവുള്ളൊരു മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നീട് അത് 5 മിനിറ്റ് നേരം വേവിച്ചെടുത്ത കോളിഫ്ലവർ ഒരു അരിപ്പിലേക്ക് മാറ്റിയത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കണം. നന്നായി മിക്സ് ചെയ്യാം. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 4 പച്ചമുളക് നടുകന്ന് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നീട് കുറച്ച് കറുവപ്പല കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയാണ്. എല്ലാവരും ചെയ്തു നോക്കണേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, മറക്കരുതേ. റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്.